ഹായ് നമസ്കാരം. സ്റ്റോക്ക് ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മീൻ മാർക്കറ്റൊന്നുമില്ല, ചെറിയൊരു ഷോപ്പാണുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച മീൻ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് പോയിട്ട് നമുക്ക് എത്രയും വേഗം മസാലയൊക്കെ പറ്റി റെഡിയാക്കാം. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മീൻ അതിൻ്റെ ഉള്ളൊക്കെ അവര് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഈ മീൻ വന്നിട്ട് ഇതിന്റെ പേര് എന്താണ്? രോഹുവാണ്. വളർത്തു മീനാണ്. അപ്പൊ ഇത് കുറച്ച് നമ്മള് കല്ലുപ്പും അതുപോലെ തന്നെ നാരങ്ങാനീരും ചേർത്തിട്ട് വേണം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വഴുവഴുപ്പുണ്ട്, അതെല്ലാം പോവും ചെയ്യും. അതുപോലെ തന്നെ ഒരു ചെളിമണം ഉണ്ടായിരിക്കും, അതൊക്കെ പോയി കിട്ടും. ഇവിടെ വന്നിട്ട് ഈ മീന് പറയുന്ന പേര് റോഹു എന്നാണ്. നാട്ടിലെന്താണ് പറയണേന്ന് എനിക്കറിയില്ല കേട്ടോ. ബാംഗ്ലൂർ റോഹു എന്നാണ് പറയുന്നത്. ഇവരുടെ ഡാം ഫിഷ് എന്നാ പറയാ. ഡാമിൽ വളർത്തുന്ന മീനാണെന്നാണ് പറയണത്. ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഫ്രൈ ചെയ്ത് മസാലയിലൊക്കെ ആക്കി ഇലയിൽ വെച്ചിട്ടാണ് ഈ മീൻ റെഡിയാക്കാൻ പോകുന്നത്. ഇത് മസാല വരട്ടണം. അപ്പൊ ഞാനിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ. നമ്മള് മസാല എല്ലാം പരട്ടി കുറച്ച് സമയം വെക്കണം. അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് ഇതിലേക്ക് മസാല വരട്ടാം. അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അത് കാരണം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഉപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീൻ നന്നായി തേച്ച് പിടിപ്പിക്കണം. വേറെ മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അത് കാരണമാണ് ഇപ്പോൾ ഇതിലെ മാഗ്നേഷന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇത് വലിയ മീനായ കാരണം നമുക്ക് ഒരു 1/2-3 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ നന്നായി മസാലയൊക്കെ പിടിക്കുള്ളൂ. മീനൊക്കെ നമ്മൾ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കണം. അപ്പം അതിന് ഞാൻ ഇത്രയും വലിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി അരിയണം.
കൊള്ളുന്ന പാത്രം നമ്മുടെ കയ്യിലില്ല. അപ്പൊ അത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളുന്ന പാത്രം ഞങ്ങളുടെ കയ്യിലില്ല. ഇതിപ്പോ എങ്ങനെ ഫ്രൈ ചെയ്യണ്ടെന്നുള്ളതാണ്. ഒരു ഭാഗം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. പത്തോളം ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആവശ്യം മസാല കഴിക്കാം. കുറച്ച് ഓയിൽ മതി. ഓയിൽ ചൂടായിട്ടുള്ളപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള. സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇതിന്റെ ഓയില് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഫുള്ള് വറുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ 4 പച്ചമുളകാണ് ഇടുന്നത്. അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് ഇല വാട്ടിയെടുക്കാം. മസാല പുരട്ടി കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല മീൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി നിറച്ചു കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനൊക്കെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ചെറുതായിട്ട് മുറിച്ച സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, കുറച്ച് കറിവേപ്പില, ചെറിയ കഷ്ണം സവാള, ചെറിയ കഷ്ണം ചെറുനാരങ്ങ. നമുക്ക് ഇതിൽ കൊള്ളുന്നില്ല, പക്ഷെ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്നിട്ട് ഇത് കുറച്ച് സമയം സിമ്മിൽ വെക്കാം. അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ മീനിലേക്ക് പിടിക്കുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊക്കെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന മസാലയ്ക്ക് മീനിൽ നന്നായിട്ട് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടിയ ഇല വളരെ ചെറിയൊരു ഇലയായിരുന്നു. അതാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷെ ആ സ്മെല്ലൊക്കെ സെയിം തന്നെ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തിടണം. ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്തിട്ടൊക്കെയുണ്ട്. ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാം. എന്താ ഭംഗി! അവരൊറ്റ വലിയ മീൻ ഈ നിലയ്ക്കായി അടിപൊളി. വാങ്ങിക്കാൻ പോയപ്പോ ഇത് പറഞ്ഞു ഇതിന് വലിയ മീൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈ ഒരു മീൻ തന്നെ ഇവിടെ ഞങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിന്റെ ഉള്ളിൽ ഒതുങ്ങില്ല എന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടി അത് കാരണം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും മീൻ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും നീ തന്നെ ടേസ്റ്റ് ചെയ്യും. എല്ലാ പ്രാവശ്യവും ഞാനല്ലേ ടേസ്റ്റ് ചെയ്യാറ്. നാരങ്ങ നമുക്ക് നാരങ്ങ ചേർത്തിട്ടുണ്ട്. എന്നാലും ഇതാണല്ലോ അതിന്റെ ശരി. നാരങ്ങ പിഴിഞ്ഞ് എല്ലാം കൂടിയാണ്. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയല്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചു നോക്കിയാൽ അറിയാം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന്റെ ഫ്ലവേഴ്സ് വന്നിട്ട് ഇലയിലായതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴയിലും നല്ല മീനൊക്കെ മിക്സ് ചെയ്യുന്നത് നമ്മള് നാട്ടിലത്തെ നാട്ടിലൊക്കെ എത്ര വാഴയില അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് വളരെ ചെറിയ അളവ് മാത്രമേ ഉള്ളൂ വാഴ.
ഇന്ന് ചോറിന് വേണ്ട, നമുക്ക് ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടായിട്ട് എല്ലാവരും കൂടി വട്ടത്ത് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ആ വാഴയിലയുടെ എസൻസ് ഒക്കെ ഇതിൽ ഇറങ്ങി എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിച്ചു നോക്കിയാൽ അറിയാം. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, എന്നാൽ കൂടുതലില്ല, എന്നാൽ ഒരു മീഡിയം നല്ലൊരു ഇതുണ്ട്, നല്ല സ്പൈസി നിന്ന് മസാല എരിവും ഉപ്പും പുളിയൊക്കെ നല്ല ഇതിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം ഞങ്ങൾ ഈ ഇതിനെ ഒന്ന് ശരിയാക്കട്ടെ. അപ്പോൾ അതുവരെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ബൈ.